ശ്രുതി അശ്വിൻ ഇഷ്ടപ്പെട്ട ഹൽവ തയ്യാറാക്കുവാണ്. അങ്ങനെ അശ്വിൻ ജോലിക്കായി ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ഇതുമായിട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശിയും കാണും അവിടെ. എന്താ മോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുന്നേ? അത് മുത്തശ്ശി, അശ്വിൻ സാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൽവയാ. അപ്പൊ പിന്നെ ഓഫീസിലോട്ട് പോകുന്നതിന് മുൻപ് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. സാർ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. വേണ്ട, എനിക്കിപ്പോ ഇതൊന്നും വേണ്ട. എന്താ സാർ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ എന്താടാ ആ കുട്ടി അത്രയും സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാതെ പോവേ, നീ അത് കഴിക്ക് എന്നും പറഞ്ഞ് അശ്വിന്റെ കൈ കൊടുക്കാണ്. എന്നാ അശ്വിൻ ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് അഞ്ജലിയും ശ്യാമും വരുന്നുണ്ട്. എന്താ ശ്രുതി, നീ എന്താ അശ്വിന് കൊടുക്കുന്നേ? അത് ഹൽവയാ, അശ്വിൻ സാറിന് ഇഷ്ടപ്പെട്ട ഹൽവ. എന്നിട്ടെന്താ കുഞ്ഞാ നീ അത് കഴിക്കാത്തെ? അത് കഴിക്ക്, ഞാൻ തന്നെ വായിൽ വെച്ച് തരാം എന്നും പറഞ്ഞ് സ്പൂണിലെടുത്ത് അശ്വിന്റെ വായിൽ കൊടുക്കാണ്. അശ്വിനാണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ അഭിനയിക്കണമല്ലോ, അതുകൊണ്ട് എല്ലാവരോടും ചിരിച്ചു കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാർ, നന്നായിട്ടില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ട്. ശ്രുതി, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ? പിന്നെ ചേച്ചിക്ക് തരാതിരിക്കോ? ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുവാവുള്ളതല്ലേ, അപ്പൊ പിന്നെ ചേച്ചിക്ക് ആദ്യം തരണ്ടേ. അശ്വിൻ സാറ് ഓഫീസിലോട്ട് ഇറങ്ങാൻ നിന്നപ്പോ വേഗം തന്നെ ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. ചേച്ചി കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. അങ്ങനെ അഞ്ജലിയും കഴിക്കാണ്. മോളെ നന്നായിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മുത്തശ്ശി കഴിക്ക്. അങ്ങനെ മുത്തശ്ശിക്കും കൊടുക്കാണ്. മുത്തശ്ശി നല്ല അഭിപ്രായം പറയാ. അങ്ങോട്ടേക്ക് പ്രീതിയും വരുന്നുണ്ട്. ചേച്ചി, ഞാൻ ഉണ്ടാക്കിയതാ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ, എന്നാലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ചേച്ചി കൂടെ കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ പ്രീതിക്കും കൊടുക്കുന്നുണ്ട്. മോളെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പ്രീതിയും പറയാം. ശ്യാമിനാണെങ്കിൽ അശ്വിന്റെ വായിൽ ശ്രുതി സ്പൂണിൽ ഒരു ഹൽവ വെച്ചു കൊടുത്തത് പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്നാ അടുത്തതായിട്ട് ശ്യാമിന് കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശ്യാം നിൽക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഹൽവ തരുന്നില്ല എന്ന് കാണുമ്പോ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ശ്യാം. എന്താ ശ്രുതി, എനിക്ക് മാത്രം നിന്റെ ഹൽവ തന്നില്ലല്ലോ, എന്തേ, ഞാൻ കഴിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്യാം ചോദിക്കാണ്. ശ്രുതിക്ക് കൊടുക്കാന് ഒരു താല്പര്യവും കാണില്ല. ഇത് കേട്ട് അശ്വിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ പതിയെ നടന്നുകൊണ്ട് അശ്വിന്റെ അടുത്തോട്ട് ചെല്ല. പെട്ടെന്ന് അവിടെ നിലത്തങ്ങ് ആ പാത്രം ഇടുന്നുണ്ട്. ഹൽവയൊക്കെ നിലത്ത് കിടക്കുക. ഈ സമയത്ത് അയ്യോ എന്താ മോളെ, എന്താ പറ്റിയേ? അത് പെട്ടെന്ന് കാല് തട്ടിയതാ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഹൽവ നിലത്ത് പോയല്ലോ. അയ്യോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, അത് മൊത്തം ഇപ്പൊ നിലത്ത് പോയി. ഇനിയിപ്പോ ശ്യാമേട്ടന് എന്താ തരാ? ഇനി ഉണ്ടാക്കുമ്പോ ശ്യാമേട്ടന് തരാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇത് കണ്ട് അശ്വിനങ്ങ് സന്തോഷാവുന്നുണ്ട്. ശ്യാമിന്റെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഹൽവ നീ അങ്ങനെ തിന്നണ്ട എന്ന് ശ്രുതി എങ്ങനെ മനസ്സ് ചിന്തിക്കുന്നു. പിന്നീടായി കാണിക്കുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, നിങ്ങൾ ആരും പ്രീതിയെയും ശ്രുതിയെയും കൂട്ടി പുറത്തോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ ആവാം. കുറച്ചു നാളത്തേക്ക് ഈ ജോലിയൊക്കെ അങ്ങ് മാറ്റിവെക്ക്. കുറച്ചു നാളെ നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി എങ്ങോട്ടെങ്കിലും പോ. കൂട്ടത്തില് അഞ്ജലിയെയും ശ്യാമിനെയും കൊണ്ടുപോക്കോ. ശ്യാമിനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ആകെ വീർപ്പുമുട്ടലായിരിക്കും അല്ലേ ശ്യാം? ആ അതെ അതെ എന്ന് ശ്യാം പറയുന്നുണ്ട്. എന്നാ ശ്യാമിന് ഹണിമൂണിന് പോവാന്നൊന്നും പറയുമ്പോൾ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും ശ്രുതിയെയും പ്രീതിയെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊരു ലക്ഷ്യം മാത്രമേ ശ്യാമിന്റെ മനസ്സിലുള്ളൂ. അത് പിന്നെ മുത്തശ്ശി, കുറച്ച് തിരക്കുണ്ട് ഓഫീസിൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയാൽ പോരെ? പറ്റില്ല, ഒരുപാട് നാളായി ഞാനിത് പറയുന്നു, ഇനി ഇത് നീട്ടിവെക്കാൻ പറ്റില്ല. എനിക്കിനി എത്ര നാളാന്നൊന്നും പറയാൻ പറ്റില്ല. അതിനു മുൻപേ എനിക്കൊരു പേരക്കുട്ടിയെ താലോലിക്കണം. അത് നിങ്ങൾ ആര് തന്നാലും ഞാൻ സ്വീകരിക്കും. മുത്തശ്ശി, അതിനല്ലേ ചേച്ചിക്ക് കുട്ടി ഉണ്ടാവുന്നേ? ചേച്ചിയുടെ കുട്ടി പോലെ അല്ലല്ലോ. എൻ്റെ ആകാശിൻ്റെയും അശ്വിൻ്റെയും മക്കളെ എനിക്ക് താലോലിക്കണ്ടേ? എൻ്റെ കണ്ണടയണേന് മുൻപേ എനിക്കത് കാണണം. ഈ സമയത്ത് ശ്യാം ചിന്തിക്കുന്നുണ്ട്, ഇവളുടെ കുട്ടിയെ അധിക കാലൊന്നും ഇങ്ങനെ വയറ്റിൽ ചുമന്ന് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് പുറലോകം കാണില്ല. അതിനു മുൻപേ ഞാൻ വയറ്റിൽ വെച്ചിട്ട് തന്നെ അതിനെ കൊന്നിരിക്കും. അതൊന്നും ആഗ്രഹിച്ച് ആരും ഇരിക്കണ്ട. പിന്നെ ശ്രുതിയുടെയും അശ്വിൻ്റെയും കുഞ്ഞ്, അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ശ്രുതിയെ എൻ്റെ പെണ്ണാ, ശ്രുതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രുതി എൻ്റെ കൂടെയാ ജീവിക്കുക എന്നൊക്കെ ശ്യാം മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ ശ്യാമ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അശ്വിൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ശരി മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. കുറച്ചു നാളായി ശ്രുതിയും പറയുന്നു പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. ഞാൻ ഈ ജോലി തിരക്ക് കാരണാ അവളെ എങ്ങോട്ടും കൊണ്ടുപോകാതെ. ഇനിയിപ്പോ അവളുടെ സന്തോഷത്തിന് കുറച്ച് ദിവസം ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പോൾ ശ്യാമിന്റെ മുഖം വല്ലാതെ അങ്ങ് മാറുന്നുണ്ട്. അതാണെങ്കിൽ അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല ശ്രുതി, നിനക്കും അത് സന്തോഷല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്. ആ അതെ അതെ, നല്ല സന്തോഷം.
ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. ശ്രുതി, നീ ഇപ്പൊ ഭക്ഷണം കുറച്ചേ കഴിക്കുന്നുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കണം, എന്നാലല്ലേ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് വീണ്ടും ചോറൊക്കെ ഇട്ട് കൊടുക്കാണ്. ഇത് കണ്ട് ആകെ കൂടെ ദേഷ്യത്തിലായിരിക്കും ശ്യാം ഇരിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും കാണാൻ വയ്ക്കാതെ ശ്യാം അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്. എന്താ ശ്യാമേട്ടാ? ശ്യാമേട്ട നിർത്തിയോ? മതി, എനിക്ക് വിശപ്പില്ല. അങ്ങനെ ശ്യാം അങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട്. ശ്യാമിന്റെ അടുത്തോട്ട് മനോരമ വരുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോ, അവരെ ഹണിമൂൺ ട്രിപ്പ് പോവാൻ നോക്ക. നിന്നെ കൊണ്ട് എന്തിനാ കൊള്ള? എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറയുന്നു, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആ 2 പെണ്ണുങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്. എന്റെ മോന്റെ ജീവൻ രക്ഷപ്പെടുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടുന്ന് പോയില്ല എന്നാ തോന്നുന്നേ. അട്ടയെ പോലെ പിടിച്ചു നിൽക്കല്ലേ 2 എണ്ണോ. പ്രീതിയെ ഒഴിവാക്കാനായിട്ട് പല രീതിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അവൾക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസാ എന്ന് അത് കയറി പിടിക്കാന്ന് കണ്ടപ്പോ എന്റെ മോനാണെങ്കിലോ അവളെ സപ്പോർട്ട് ചെയ്ത് നടക്കുക. ഈ ജാതകവും ദോഷങ്ങളൊന്നും ഇല്ല, അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോ ആ മാർഗത്തിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തലയിൽ എന്താടാ ഒട്ടും ബുദ്ധിയില്ലേ? നീയല്ലേ പറഞ്ഞു എന്തൊക്കെയോ പ്ലാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്താ നീ അതെടുത്ത് പ്രവർത്തിക്കാത്തെ? എത്രയും വേഗം നീ എന്തെങ്കിലും ചെയ്ത് ആ 2 എണ്ണത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. നിനക്കറിയോ, ഹണിമൂൺ ട്രിപ്പൊക്കെ പോയാല് കൂടുതൽ അടുക്കും. അശ്വിനും ശ്രുതിയും അടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസര ഇപ്പൊ ഈ ഹണിമൂൺ ട്രിപ്പ്. അത് മുടക്കിയില്ലെങ്കിലേ നിന്റെ കാര്യം പോക്കാ. അതുകൊണ്ട് വേണ്ട രീതിക്ക് പ്രവർത്തിച്ചാ നിനക്ക് നന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്മായി, അവര് വിചാരിക്കുന്ന പോലെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും നടക്കില്ല. പ്ലാനിങ് മാത്രമേ ഉണ്ടാവൂ. അവരെ ഒന്നും ഞാൻ ഹണിമൂൺ ട്രിപ്പിന് വിടില്ല. അത് ഞാൻ ഏത് വിധേനയും മുടക്കും. മുടക്കി കണ്ടാ മതി. നിനക്ക് ഈ സംസാരം മാത്രമേ ഉള്ളൂ എന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തവണ അങ്ങനെയല്ല അമ്മായി. എന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. അതിലിനി ഒരെണ്ണത്തിന്റെ ജീവൻ പോയാലും അത് ഞാൻ അങ്ങ് ചെയ്തിരിക്കും. എടാ, എന്റെ മോനെന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതെനിക്കറിയാലോ. ആകാശിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പോരെ? നീ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇത് എത്രയും വേഗം മുടക്കിയിരിക്കണം. അങ്ങനെ ശ്യാം അതിഗൂഢമായി ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യാ എന്ന്. പിന്നീടായി കാണിക്കുന്നത് ആകാശിനെയും പ്രീതിയെയും ആയിരിക്കും. ആകാശാണെങ്കിൽ പ്രീതിയോട് പറയുന്നുണ്ട്, നിനക്കെന്തായാലും ഒരു ചേഞ്ച് അത്യാവശ്യ. നിന്റെ മൈൻഡ് ഇവിടെ ഒന്നുമല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ കരുതുന്നത് നിന്റെ ജാതകദോഷം കൊണ്ടാണെന്നാ. എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും നമുക്കൊരു ട്രിപ്പ് പോവാം. അപ്പൊ പിന്നെ നിന്റെ ഈ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരും. വേണ്ട ആകാശേ, ഞാൻ എങ്ങോട്ടുമില്ല. ഞാൻ ഹണിമൂൺ ട്രിപ്പിനൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാനാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഏട്ടനൊക്കെ തീരുമാനിച്ചതല്ലേ, നമുക്ക് എന്തായാലും പോകണം. നീ കാണുന്നതല്ലേ നിനക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നേ. നീ എന്തിനാ എന്നെയായിട്ട് ഇങ്ങനെ നടക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ട, നമുക്ക് പിരിയാന്ന്. ഇത് ശരിയാവില്ല. നീ എൻ്റെ കഴുത്തില് താല് കെട്ടിയ കാരണം നീ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല ആകാശേ. അതുകൊണ്ട് നമുക്ക് ബന്ധം പിരിയാം, അതാ നല്ലത്. ഓ, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ ഇങ്ങനെ പറയുമ്പോ എനിക്കാ ടെൻഷൻ കൂടുന്നേ. എത്ര തവണ നിന്നോട് പറയുന്നുണ്ട്, നിന്റെ ജാതകദോഷം കൊണ്ടൊന്നുമല്ല ഞാൻ ബൈക്കുന്ന വീണതും പല കാര്യങ്ങളും സംഭവിച്ചത്. നീ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ കാരണം എനിക്കാ ഇപ്പൊ തലവേദന. നീ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോഴല്ലേ എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് നീ കരുതുന്നേ? നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലായിരിക്കും ഞാൻ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അത് നീ ഓർത്തോ. നീ എന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു, അന്ന് ഞാൻ ഈ ലോകം വിട്ടു പോവും എന്ന് ആകാശ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വേഗം തന്നെ പ്രീതി വന്ന് പറയുന്നുണ്ട്, എന്താ ആകാശേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ ഇങ്ങനെ നീ പരീക്ഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രീതി കരയുന്നുണ്ട്. ആകാശിനാണെങ്കിൽ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഹണിമൂൺ ട്രിപ്പിന് പോവാ എന്ന് പ്രീതിയും സമ്മതിക്കുകയാണ്.